Canadian Healthcare System. Canadian Health Act 1984 പാസ്സായത്. ഹെൽത്ത് കാനഡ എന്ന് പറഞ്ഞ ഫെഡറൽ ഏജൻസി ആണ് കാനഡയിലെ ഡ്രഗ് അപ്രൂവലിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏജൻസി. ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഡ്രഗ് ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫിക്കസി. അതുപോലെ തന്നെ ഡ്രഗ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, നാച്ചുറൽ പ്രൊഡക്റ്റ് നമ്പർ, ഡ്രഗ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഹോമിയോപ്പതി, മെഡിസിനൽ ഡിവൈസ് ആക്ട്, ഇതിനും റെസ്പോൺസിബിൾ ഏജൻസിയാണ് ഹെൽത്ത് കാനഡ. ഹെൽത്ത് കാനഡയുടെ കീഴിലുള്ള ഹെൽത്ത് പ്രൊട്ടക്ഷൻ ബ്രാഞ്ച് ഓർ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഫുഡ് ബ്രാഞ്ച് ഇൻസ്പെക്ടറേറ്റ്, അതാണ് റെഗുലേറ്റ്സ് ഡ്രഗ് ഇമ്പോർട്ടഡ് into and manufactured for sale in Canada. ഇനി ദ കനേഡിയൻ ഹെൽത്ത് കെയർ സിസ്റ്റം. കനേഡിയൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കനേഡിയൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്നാണ്. എന്ന് പറഞ്ഞാൽ all citizens and immigrants will have access to health care regardless of their ability to pay. അപ്പം അതനുസരിച്ചിട്ട് എല്ലാ കനേഡിയൻസിനെയും ഇൻഷുർ ചെയ്തേക്കുവാണ് ഓൺ ഇക്വാലിറ്റി ബേസിസ് ആൻഡ് ഓഫേർഡ് ഹെൽത്ത് ഇൻ ഓൾ 10 provinces ആൻഡ് 3 territories. കനേഡിയൻ ഹെൽത്ത് ആക്ട്. കനേഡിയൻ ഹെൽത്ത് ആക്ടിൻ്റെ 5 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അതിനകത്തെ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് യൂണിവേഴ്സാലിറ്റി. യൂണിവേഴ്സാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all insured parties are entitled to equal access to essential services. അപ്പം എല്ലാവർക്കും എസെൻഷ്യൽ സർവീസസിന് ഈക്വൽ ആക്സസ് ആണ്. രണ്ടാമത്തത് പബ്ലിക് അഡ്മിനിസ്ട്രേർഡ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് ഒരു നോൺ പ്രോഫിറ്റ് ബേസിസിലായിരിക്കണം ബൈ എ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി responsible to the province and subject to the audit. എന്ന് പറഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് എപ്പോഴും പ്രൊവിൻസ് ആയിരിക്കണം എന്താ ചെയ്യുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. അതൊരു പ്രോഫിറ്റ് ഏജൻസിക്ക് കൊടുക്കാൻ പാടില്ല, നോൺ പ്രോഫിറ്റ് ബേസിസിലായിരിക്കണം. അപ്പം ഒന്നെങ്കിൽ പ്രൊവിൻസ് ഡയറക്റ്റ്ലി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി സബ്ജക്റ്റ് ടു ഓഡിറ്റ് ബൈ ദി പ്രൊവിൻസ്. മൂന്നാമത്തെ കാര്യമാണ് കോംപ്രിഹെൻസീവ്നെസ്. കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഇൻഷുറൻസ് മസ്റ്റ് കവർ ഓൾ ഇൻഷുർഡ് സർവീസസ് സപ്ലൈഡ് ബൈ ദ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് എസെൻഷ്യൽ സർവീസസ് ഡെൻറ്റിസ്റ്റ്. അതായത് കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ ഇൻഷുർഡ് സർവീസസും, അതായത് ഹോസ്പിറ്റൽസ് സപ്ലൈ ചെയ്യുന്ന ഹെൽത്ത് സർവീസസ്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് സപ്ലൈ ചെയ്യുന്ന ഹെൽത്ത് സർവീസസ്, അതുപോലെ തന്നെ ഡെൻറ്റിസ്റ്റ്, എസെൻഷ്യൽ സർവീസസ് ബൈ ദ ഡെൻറ്റിസ്റ്റ്, അതും ഈ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യണം. അതിനകത്ത് എന്തൊക്കെ സർവീസസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഓരോ പ്രൊവിൻസാണ് തീരുമാനിക്കുക. അതുകൊണ്ടാണ് ഡീസെൻട്രലൈസ്ഡ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യമാണ് പോർട്ടബിലിറ്റി. പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് ഒബ്ലിഗേഷൻസ് ഓൺ പ്രൊവിൻസസ് which essentially guarantee any Canadian resident after a maximum wait of 3 months upon first becoming resident access anywhere in Canada on the same basis as local residents. എന്ന് പറഞ്ഞാൽ അപ്പം പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഒബ്ലിഗേഷൻസ് ഓൺ ദ പ്രൊവിൻസ് ആണ്. അതായത് ഏതൊരു കനേഡിയൻ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് കാനഡയിലേക്ക് വന്നാലും ദ ഗവൺമെൻറ് ഓർ ദി പ്രൊവിൻസ് ഹാസ് ടു ഗ്യാരണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് വന്നിട്ട് 3 മാസത്തിനുള്ളിൽ. ആക്സസ് ടു ദിസ് ഇൻഷുറൻസ് should be given anywhere in Canada on the same basis as local residents.
ഇനി അഞ്ചാമത്തെ കാര്യമാണ് ആക്സസിബിലിറ്റി. ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജസ് ഓർ അതർ ഒബ്സ്റ്റക്കിൾസ് മസ്റ്റ് നോട്ട് ഇംപീഡ് ആക്സസ് ടു ഇൻഷുർഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസസിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസോ ഒന്നും ഈ എസെൻഷ്യൽ അല്ലെങ്കിൽ ഇൻഷുർഡ് സർവീസസിന് ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് ആരെയും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 5 പ്രിൻസിപ്പിൾസ് ഓഫ് കനേഡിയൻ ഹെൽത്ത് ആക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സാലിറ്റി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, കോംപ്രിഹെൻസീവ്നെസ്, പോർട്ടബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. ഇനി കനേഡിയൻ ഹെൽത്ത് ആക്ട് കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ദ കനേഡിയൻ ഹെൽത്ത് ആക്ട് കവേഴ്സ് മെഡിക്കലി നെസസറി hospital services, medically required physician services, medically or dentally required surgical and dental services requiring a hospital for proper performance. അപ്പം ഈ കാര്യങ്ങളാണ് CHA കവർ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഹോസ്പിറ്റൽ സർവീസസ്, ഫിസിഷ്യൻ സർവീസസ്, അതുപോലെ തന്നെ ഡെൻ്റലി റിക്വയർഡ് സർജറി അല്ലെങ്കിൽ എസെൻഷ്യൽ ഡെൻ്റൽ സർവീസസ്. ഇനി ഈ CHA റിഫ്ലക്റ്റ് ചെയ്യുന്നത് 2-stage എവല്യൂഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് കെയർ ആണ്. 2-stage എവല്യൂഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ഇൻ കാനഡ. 2 സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1959 ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സർവീസസ് ആക്ട് ആൻഡ് 1966 മെഡിക്കെയർ ആക്ട്. ഇത് രണ്ടുമാണ് brought hospital and medical insurance to the federal level. അപ്പം 1959 ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സർവീസസ് ആക്ട് ആൻഡ് 1966 മെഡിക്കെയർ ആക്ട്. ഇനി CHA കവർ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? Services delivered by healthcare professionals other than doctors, particularly outside the hospitals. കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് ഫോർ ഓൾഡ് പീപ്പിൾ അല്ലെങ്കിൽ ഇല്ലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളത്, പിന്നെ റീഹബിലിറ്റേഷൻ സർവീസസ്, ഡെൻ്റൽ സർവീസസ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്. ഇതൊക്കെ ഹോസ്പിറ്റലിന് പുറത്ത് ആണെങ്കിൽ CHA കവർ ചെയ്യില്ല. ഹോസ്പിറ്റലിന് ഉള്ളിലുള്ളത് CHA കവർ ചെയ്യും. ദ റോൾ ഓഫ് ഫെഡറൽ ഗവൺമെൻറ് ഇൻ ഹെൽത്ത് കെയർ. ഫെഡറൽ ഗവൺമെൻറ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സെറ്റ്സ് ആൻഡ് അഡ്മിനിസ്റ്റേഴ്സ് നാഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ത്രൂ കാനഡ ഹെൽത്ത് കെയർ ആക്ട്. കാനഡ ഹെൽത്ത് ആക്ട് വഴി ഇറ്റ് സെറ്റ്സ് ആൻഡ് അഡ്മിനിസ്റ്റേഴ്സ് നാഷണൽ പ്രിൻസിപ്പിൾസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫണ്ട്സ് ടു ദ പ്രൊവിഷണൽ ആൻഡ് ടെറിട്ടോറിയൽ ഹെൽത്ത് കെയർ സർവീസസ് ത്രൂ ഫിസിക്കൽ ട്രാൻസ്ഫേഴ്സ്. ഇപ്പോൾ പ്രൊവിൻസിൻ്റെയും ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും ഹെൽത്ത് കെയർ സർവീസസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്സ് കൊടുക്കുന്നത് ഫെഡറൽ ഗവൺമെൻറ്റാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവേഴ്സ് ഹെൽത്ത് കെയർ സർവീസസ് ടു സ്പെസിഫിക് ഗ്രൂപ്പ്സ്. അതായത് ചില സ്പെസിഫിക് ഗ്രൂപ്പ്സിന് ഫെഡറൽ ഗവൺമെൻറ് ഹെൽത്ത് കെയർ സർവീസസ് കൊടുക്കും. For example, Inuits or Aboriginals, പിന്നെ veterans, First Nations, refugees. Refugeesന് അത് ആക്ച്വലി വരുന്ന ഫസ്റ്റ് ഇയറിലാണ്. പിന്നെ പ്രിസണിലെ ഇൻമേറ്റ്സ്, പെനിറ്റൻഷ്യറി inmates. It also provides other health related functions such as public health or health promotion programs and health research. പ്രൊവിഷണൽ ഗവൺമെൻറ്റിൻ്റെ നാലാമത്തെ റോളാണ് provide other health related functions such as public health or health promotion program and health research. അപ്പം ഫെഡറൽ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ലൈക്ക് ദി
പബ്ലിക് ഹെൽത്ത് പ്രൊമോഷൻ പ്രോഗ്രാംസ് ആൻഡ് ഹെൽത്ത് റിസർച്ചിനെയൊക്കെ ഫണ്ട് ചെയ്യും. ഇനി റോൾ ഓഫ് പ്രൊവിഷണൽ ആൻഡ് ടെറിട്ടോറിയൽ ഹെൽത്ത് കെയർ. അക്കോർഡിംഗ് ടു ദി കനേഡിയൻ ഹെൽത്ത് ആക്ട്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡെലിവറി ഓഫ് ഹെൽത്ത് കെയർ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ പ്രൊവിൻസിൻ്റെ അല്ലെങ്കിൽ ടെറിട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ പ്രൊവിൻസസ് ആൻഡ് ടെറിട്ടറീസ് ആണ് പ്രൊവിൻസിൻ്റെ അകത്തുള്ള ഹെൽത്ത് സർവീസസിനെ ഫണ്ട് ചെയ്യുന്നത്. അതിന് വേണ്ട അസിസ്റ്റൻസ് ഫെഡറൽ ഗവൺമെൻറ് കൊടുക്കും ഇൻ ദ ഫോം ഓഫ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആൻഡ് സംടൈംസ് ഈക്വലൈസേഷൻ പേയ്മെൻറ്റ്സ്. അപ്പോൾ പ്രൊവിൻസ് ഫണ്ട് ചെയ്യുന്ന ഹെൽത്ത് സർവീസസിന് എക്സാമ്പിൾസാണ് ഫിസിഷ്യൻ്റെ സാലറീസ്, ഡയഗ്നോസിസ്, other healthcare services in primary clinics, emergency services in hospital, പിന്നെ ഫ്ലൂ വാക്സിനേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ചില സമയത്ത് അല്ലെങ്കിൽ ഓരോ പ്രൊവിൻസിനും വ്യത്യാസമുണ്ട്, പക്ഷെ പ്രൊവിൻസസിന് ഒരു ഡ്രഗ് കവറേജ് പ്ലാൻ ഉണ്ടാവും. അത് ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനാണ് ജനറലി ഉണ്ടാവുന്നത്. അപ്പോൾ അതും ഫണ്ട് ചെയ്യുന്നത് പ്രൊവിൻസാണ്. ഇനി ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഇപ്പം 3 ലെവൽസാണുള്ളത്: പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെറിഷറി കെയർ. പ്രൈമറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയറിന് ഒരു നെസസിറ്റി ഫീൽ ചെയ്യുമ്പം ഒരു ആൾ കോണ്ടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് ദ സിസ്റ്റം ആണ് നമ്മൾ പ്രൈമറി കെയർ എന്ന് പറയുന്നത്. പ്രൈമറി കെയർ ഇസ് ദി ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് ദ സിസ്റ്റം മെയ്ഡ് വെൻ പേഴ്സൺ ഫീൽസ് നെസസിറ്റി ഓഫ് ഹെൽത്ത് കെയർ. It usually occurs through the family physician, pharmacist or nurse at medical centers. ഇനി സെക്കൻഡറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണ്, which is done through a specialist and it requires referral from primary health care levels. അപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയർ ലെവൽസിൻ്റെ റെഫറൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സെക്കൻഡറി കെയറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ടെറിഷറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ നടക്കുന്ന കെയർ ആണ് ടെറിഷറി കെയർ, and it involves treating complicated or unusual health problems. ഇനി നമ്മൾ പറയാൻ പോകുന്നത് WHO ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ ആണ്. ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു ഇൻക്രീസ് കൺട്രോൾ ഓവർ ആൻഡ് ഇംപ്രൂവ് ദെയർ ഹെൽത്ത്. അപ്പം ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. ആളുകളെ അവരുടെ ഹെൽത്തിൻ്റെ മീതെയുള്ള കൺട്രോള് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എനേബിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഡിസീസ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്സ് ടു അവോയ്ഡ് ഡിസീസ് ആൻഡ് ഇഞ്ചുറി. എക്സാമ്പിൾ സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാം, പാപ്പ് സ്മിയർ ടെസ്റ്റ്, ബ്രസ്റ്റ് സ്ക്രീനിങ് എക്സെട്ര. ഡ്രഗ് ബെനിഫിറ്റ് പ്രോഗ്രാംസ്. ഡ്രഗ് ബെനിഫിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സമയത്ത് പ്രൊവിൻസ് ഡ്രഗിന് ആവശ്യമുള്ള ഫണ്ടിങ് കൊടുക്കും, അതുപോലെ ഫെഡറൽ ഗവൺമെൻറ്റും കൊടുക്കും. അത് ഏത് സാഹചര്യങ്ങളിലാണെന്ന് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. പ്രൊവിഷണൽ ഡ്രഗ് ബെനിഫിറ്റ് പ്രോഗ്രാമിൽ കവർ ചെയ്യുന്നത് 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള ഡ്രഗ്സ്, അതുപോലെ തന്നെ ചിൽഡ്രൻ ലെസ് ദാൻ 25 ഇയേഴ്സിന്. പിന്നെ ഫെഡറൽ ഡ്രഗ് ബെനിഫിറ്റ് പ്രോഗ്രാം കവർ ചെയ്യുന്നത് നേറ്റീവ്സിന് ഓർ അബോർഗിനൽസ് കവേർഡ് ബൈ NIHB, പിന്നെ പ്രിസണിലെ ഇൻമേറ്റ്സിന്, പിന്നെ റെഫ്യൂജീസിന്. അതിന് ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ഇൻട്രം ഫെഡറൽ ഹെൽത്ത് സർവീസസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഇയർ. പിന്നെ വെറ്ററൻസിന്, പിന്നെ റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് RCMP. ഇവർക്കൊക്കെയാണ് ഫെഡറൽ ഡ്രഗ് ബെനിഫിറ്റ് പ്രോഗ്രാം ഉള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെഡറൽ ഹെൽത്ത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് കാനഡ ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ ഹെൽത്ത് പോർട്ട്ഫോളിയോ. ഹെൽത്ത് റിലേറ്റഡ് എല്ലാ കാര്യത്തിൻ്റെയും മെയിൻ റെസ്പോൺസിബിലിറ്റി കാനഡയിലുള്ളത് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിനാണ്. അപ്പോൾ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ താഴെ വരുന്നതാണ് ഫെഡറൽ ഹെൽത്ത് പോർട്ട്ഫോളിയോ. ഇറ്റ് കംപ്രൈസസ് ഓഫ് ഹെൽത്ത് കാനഡ. ഹെൽത്ത് കാനഡയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ തീരുമാനം എടുക്കുന്ന ഇത് ഏജൻസി. ഇനി രണ്ടാമത്തെയാണ് പബ്ലിക് ഹെൽത്ത് ഏജൻസി ഓഫ് കാനഡ. ഈ പബ്ലിക് ഹെൽത്ത് ഏജൻസി ഓഫ് കാനഡയാണ്
ഹെൽത്ത് പ്രൊമോഷനും ഡിസീസ് പ്രിവെൻഷനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണത്. മൂന്നാമത്തെ ഏജൻസിയാണ് കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ. കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ ഓർ CIHI, അതിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാദർ ആൻഡ് പ്രൊവൈഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ടു ഫെഡറൽ ആൻഡ് പ്രൊവിഷണൽ ഏജൻസീസ്. അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻ ഫെഡറൽ ഗവൺമെൻറ്റിനും പ്രൊവിഷണൽ ഗവൺമെൻറ്റിനും ആവശ്യമായിട്ടുള്ളത് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ. പിന്നെ നാലാമത്തത് പേറ്റൻറ്റഡ് മെഡിസിൻ പ്രൈസസ് റിവ്യൂ ബോർഡ്. അതാണ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെയും അതുപോലെ പേറ്റൻറ്റഡ് മെഡിസിൻസിൻ്റെയും ഒക്കെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഏജൻസി ഇൻ കാനഡ. ഇനി അഞ്ചാമത്തെയാണ് കനേഡിയൻ ഫുഡ് ഇൻസ്പെക്ഷൻ ഏജൻസി. കനേഡിയൻ ഫുഡ് ഇൻസ്പെക്ഷൻ ഏജൻസിയാണ് മോണിറ്റർ ഫുഡ് സേഫ്റ്റി അക്രോസ് കാനഡ. അപ്പോൾ 5 ഏജൻസീസാണ് ഫെഡറൽ ഹെൽത്ത് പോർട്ട്ഫോളിയോയുടെ താഴെ വരുന്നത്. 1 ഹെൽത്ത് കാനഡ, 2 പബ്ലിക് ഹെൽത്ത് ഏജൻസി ഓഫ് കാനഡ, 3 കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ, 4 പേറ്റൻറ്റഡ് മെഡിസിൻ പ്രൈസസ് റിവ്യൂ ബോർഡ്, 5 കനേഡിയൻ ഫുഡ് ഇൻസ്പെക്ഷൻ ഏജൻസി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. അപ്പോൾ ഹെൽത്ത് കെയർ ഫൈനാൻസിങ്ങിൽ അതിന് താഴെ വരുന്നത് മെയിനായിട്ട് 4 കാര്യങ്ങളാണ്. ഹെൽത്ത് കെയർ ഫൈനാൻസിങ്ങിൻ്റെ താഴെ വരുന്നതാണ് പ്രൊവിൻഷണൽ, ചാരിറ്റീസ്, ഫെഡറൽ ആൻഡ് ഹെൽത്ത് പ്രീമിയം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ ഫൈനാൻസിങ്ങിൻ്റെ താഴെ വരുന്നത്: പ്രൊവിഷണൽ, ഫെഡറൽ, ചാരിറ്റീസ് ആൻഡ് ഹെൽത്ത് പ്രീമിയം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഇൻ കാനഡ, അതിനകത്ത് 29.9% വരുന്നതും ഹോസ്പിറ്റലിനും, 12.8% വരുന്നത് ഫിസിഷ്യൻ്റെ സാലറിക്കും, 17.5% വരുന്നത് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് OTC മെഡിസിൻസിനുമാണ്. ഇനി കനേഡിയൻ ഹെൽത്ത് ഹ്യൂമൻ റിസോഴ്സസ് എൻ്റെ കണക്ക് പ്രകാരം ഇപ്പം കാനഡയിലുള്ള ഫാർമസിസ്റ്റിൻ്റെ നമ്പർ 42,000 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കനേഡിയൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ താഴെ നമുക്ക് പഠിക്കാനുള്ളത്. That's all. Thank you.